ചാലിയാറിൽ തിരച്ചിൽ തുടരുകയാണ്. ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ 27 മൃതദേഹങ്ങളും 157 ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. ജംഷീർ കൊടിഞ്ഞിയുണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, ഇപ്പോഴും ചാലിയാറിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണോ? ഈ ശക്തമായ വെള്ളമൊഴുക്കുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു തിരച്ചിലിന്. കാലാവസ്ഥ എങ്ങനെയാണ് അവിടെ? മറ്റ് വിശദാംശങ്ങൾ. അജി കുഞ്ഞുമോൻ, ഇപ്പോൾ നല്ല കാലാവസ്ഥ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കുത്തൊഴുക്കും പുഴയ്ക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ മാറി നിന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 2 ദിവസമായിട്ട് ഇപ്പം മഴ മാറി നിന്നുകൊണ്ട് തന്നെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ ചാലിയാറിൽ വെള്ളത്തിൻ്റെ കുറവുണ്ട്. പക്ഷേ ചില ഭാഗങ്ങളിലൊക്കെ കുത്തൊഴുക്കുണ്ടെങ്കിൽ പോലും പല ഭാഗങ്ങളിലും ഇപ്പോൾ വെള്ളത്തിന് കുറവുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങി, അതായത് ചാലിയാറിൽ ഇറങ്ങി വ്യാപകമായിട്ടുള്ള തിരച്ചിലാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ചാലിയാർ പഞ്ചായത്തിൻ്റെ പോത്തുകല്ല് പഞ്ചായത്തിൻ്റെ ഏതാണ്ട് ഈ പഞ്ചായത്ത് ഉൾപ്പെടുന്ന 5 കിലോമീറ്റർ പരിധിയിലുള്ള ഈ പുഴ കടന്നു പോകുന്ന മുഴുവൻ പ്രദേശങ്ങളിലും ഇന്ന് വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. അതായത് ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ നാട്ടുകാർ, ജനപ്രതിനിധികൾ, ഒപ്പം തന്നെ പ്രത്യേകമായി പരിശീലനം ലഭിച്ച വോളണ്ടിയർമാർ, നമ്മുടെ ഫയർഫോഴ്സിൻ്റെ കീഴിലുള്ള സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ, അതോടൊപ്പം തന്നെ പോത്തുകല്ല് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥർ, അവർക്ക് നേതൃത്വത്തിൽ തന്നെയാണ് ഈ പരിശോധന നടക്കുന്നത്. തണ്ടർ ബോൾട്ടിൻ്റെ അവരുണ്ട്. അങ്ങനെ മലപ്പുറത്ത് നിന്ന് വന്ന MSPയിൽ നിന്നുള്ള ചില പോലീസുകാർ ഉണ്ട്. അങ്ങനെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഇന്ന് വ്യാപകമായിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ ചാലിയാർ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ പോത്തുകല്ല് മുണ്ടക്കയം ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഡീപ്പ് ഫോറസ്റ്റ് ഭാഗത്തേക്കായിരുന്നു തിരച്ചിൽ നടത്തിയിരുന്നത്. അവിടെ വലിയ തരത്തിലുള്ള ഒരു തിരച്ചിൽ, മാസ് തിരച്ചിൽ എന്ന് പറയുന്ന രീതിയിലുള്ള വലിയ തരത്തിലുള്ള തിരച്ചിലായിരുന്നു നടത്തിയിരുന്നത്. അവിടെ ഉൾവനങ്ങളിൽ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന രീതിയിലുള്ള തിരച്ചിലാണ് നടത്തിയിരുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇനിയിപ്പോൾ വയനാടിൻ്റെ അതിർത്തി പ്രദേശമായ സൂചിപ്പാറ ഭാഗങ്ങളിൽ ചില മൃതദേഹങ്ങൾ ഉണ്ടാകാം എന്നുള്ള നിഗമനമാണ്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് നേരിട്ട് ഫോഴ്സുകൾ ഇറക്കിക്കൊണ്ട് തന്നെയുള്ള അവിടെ തിരച്ചിൽ നടത്താനും അത്തരത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ പൂർണ്ണമായും ചാലിയാർ എന്ന പോയിന്റ് കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത്. പോത്തുകല്ല് പ്രദേശത്ത് ഇത്തരത്തിൽ പുഴയിൽ ഇറങ്ങിയും മറ്റുമൊക്കെ തിരച്ചിൽ നടത്തുന്നുണ്ട്. കാരണം ഇവിടെ വെള്ളം അല്പം കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ഭാഗങ്ങളിൽ അങ്ങനെ ഈ തണ്ടർ ബോട്ടിൻ്റെ അല്ലെങ്കിൽ ഫയർഫോഴ്സിൻ്റെ ബോട്ടുകളോ മറ്റൊന്നും ഇറക്കാൻ കഴിയില്ല എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. കാരണം കല്ലും അതോടൊപ്പം തന്നെ പാറക്കല്ലുകളൊക്കെയാണ്. അപ്പോൾ ഈ ഡിങ്കി ഉൾപ്പെടെയുള്ളവ ഇറക്കി കഴിഞ്ഞാൽ അത് കേടുപാടുകൾ സംഭവിക്കും. കഴിഞ്ഞ ദിവസം തന്നെ മുണ്ടേരി ഭാഗങ്ങളിൽ ഫയർഫോഴ്സിൻ്റെ ബോട്ടുകൾ കേടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പാറക്കല്ലുകളിൽ മറ്റും തട്ടി കൊണ്ട്, അതുകൊണ്ട് ബോട്ട് ഇറക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ചങ്ങാടം ഉപയോഗിച്ചായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കടത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകളെ, യുവാക്കൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഈ പുഴയെക്കുറിച്ച് കൃത്യമായി അറിയുന്നതാണ്. അതുകൊണ്ട് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു നാട്ടുകാർ സന്നദ്ധ പ്രവർത്തകരായുള്ള ആളുകളെ പുഴ മുറിച്ച് കിടക്കാൻ സഹായിച്ചിരുന്നത്. ഏതായാലും ഇന്ന് ഇപ്പോൾ ചാലിയാർ കേന്ദ്രീകരിച്ച് തിരച്ചിൽ വ്യാപകമാണ്. ഇപ്പോൾ മുകൾ ഭാഗത്ത് ഇത്തരത്തിൽ പുഴയിൽ ഇറങ്ങിയാണ് തിരച്ചിലെങ്കിൽ താഴ്ഭാഗത്ത് അവിടെ വെള്ളം കൂടുതലുള്ള ഭാഗമാണ്, ആഴമുള്ള ഭാഗമാണ്. അവിടെ ബോട്ട് ഇറക്കിക്കൊണ്ട്, അതായത് ബോട്ട് ഇറക്കാൻ കഴിയുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ബോട്ട് ഇറക്കിക്കൊണ്ട് തിരച്ചിൽ നടക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ, അതായത് ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് 10-40 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നൊക്കെ മൃതദേഹങ്ങൾ ലഭിച്ചതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലൊക്കെ ഈ ബോട്ട് ഇറക്കാൻ കഴിയുന്ന ഇടങ്ങളിലൊക്കെ ബോട്ട് ഇറക്കിക്കൊണ്ട് വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ പെടുന്ന ഇടങ്ങളിൽ ആ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആളുകളെ നിയോഗിച്ചുകൊണ്ട്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവരെ നിയോഗിച്ചുകൊണ്ടൊക്കെ തിരച്ചിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ നാളെയും ഈ ചാലിയാറിലുള്ള തിരച്ചിൽ, അതായത് നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും തിരച്ചിൽ ചെറിയ രീതിയിലൊക്കെ തുടരും എന്നുള്ളത് തന്നെയാണ് വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ കണക്ക് പ്രകാരമാണെങ്കിൽ ഇന്ന് നിലവിൽ ഇപ്പോൾ ചാലിയാറിലൊക്കെ പരിശോധന നടത്തിയെങ്കിലും നിലവിൽ യാതൊരു മൃതദേഹവും അല്ലെങ്കിൽ മൃതദേഹ ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എവിടെ നിന്നും അങ്ങനെ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മൃതദേഹ ശരീരഭാഗങ്ങളോ ലഭിച്ചതായുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ഈ സമയങ്ങളിലൊക്കെ ചില മൃതദേഹ ശരീരഭാഗങ്ങളൊക്കെ ലഭിക്കുകയും മൃതദേഹങ്ങളൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇന്ന് ഇപ്പോൾ അത്തരത്തിലുള്ള മൃതദേഹ ശരീരഭാഗങ്ങളോ മൃതദേഹങ്ങളോ ലഭിച്ചതായുള്ള വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലുള്ള എല്ലാ മൃതദേഹങ്ങളും അതോടൊപ്പം തന്നെ മൃതദേഹ ശരീരഭാഗങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി എന്നാണ് ഇപ്പോൾ നമുക്ക് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതാണ്ട് എല്ലാ മൃതദേഹങ്ങളും ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 2 മൃതദേഹങ്ങളും അതോടൊപ്പം തന്നെ ഏതാണ്ട് 18ഓളം ശരീരഭാഗങ്ങളും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം തന്നെ അങ്ങോട്ടേക്ക്, കാരണം ഇവിടുത്തെ നിയമ നടപടികളൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടേക്ക്, അതായത് വയനാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് അല്പസമയത്തിനകം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.